Hello, welcome back to 3D Family. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കുകളിലേക്കൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് എൻ്റെ ഡെയിലി മോർണിംഗ് ക്ലീനിങ് റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അതേസമയം എനിക്ക് രാവിലെ ക്ലീൻ ചെയ്യാനായിട്ട് ടൈം കിട്ടുന്ന പോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ക്ലീൻ ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നത് ആ ടൈം നിങ്ങൾ ഫിക്സഡ് ആക്കി വെക്കുക. അതേ സമയത്ത് തന്നെ അടുത്ത ദിവസം ചെയ്ത് ശീലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. മാത്രമല്ല ഇപ്പോൾ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം 30 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ 30 മിനിറ്റ്സ് കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പറായ US-ൽ താമസിക്കുന്ന സുചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു December 14-ന്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് സുക്കു ചേച്ചിക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു കൊള്ളുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ആനന്ദ് ചേട്ടനാണ് കേട്ടോ നമ്മളോട് ഈ ഒരു ബർത്ത്ഡേയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ പാത്തുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊന്ന് നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കറികളെന്ന് പറയുന്നത് മത്തിങ്ങി വൻപയറും കൂടി എരിശ്ശേരി, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ബേബി കോൺ ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദിനുവിന് ലഞ്ച് കൊടുത്തു വിട്ടു. പിന്നെ പാത്തുവിന് വന്നിട്ട് ബേബി കോൺ ഫ്രൈ എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ആ ബേബി കോൺ ഫ്രൈയും പിന്നെ ABCD ദോശ, കാരമൽ ദോശയും കൂടെ ഉണ്ടാക്കി അവൾക്ക് അതുമാണ് ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത്. കൂടാതെ 2-3 കാഷ്യൂനട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ഫുഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും പോകുന്നതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിയുന്നത് കൊണ്ട് തന്നെ പാത്തുവിനെ വിട്ട് നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫസ്റ്റ് ചെയ്യുക സിങ്കിൽ ഉണ്ടായിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം പാത്രങ്ങളൊക്കെ കഴുകി പോകാറാണ് കേട്ടോ പതിവ്. അതേസമയം കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ലാസ്റ്റ് വരുന്നത്. കാരണം ധൃതി വെച്ചിട്ട് ലാസ്റ്റ് കഴുകിയിട്ട് അവളെ വിടാനായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഞാൻ കഴുകി എടുത്ത് വെക്കും. പിന്നെ കഴുകി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഒരു ഡിഷ് ഡ്രെയിനറിലേക്ക് മാറ്റിയിട്ട് അതെല്ലാം ഡ്രൈ ആയി കഴിയുമ്പോൾ അതാത് സ്ഥാനത്തേക്ക് തിരിച്ചെടുത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡെയിലി ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ലിക്വിഡ് അത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ സിങ്കൊക്കെ കഴുകാനായിട്ട് വേറൊരു സ്ക്രബ്ബർ വെക്കണം കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന അതേ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകരുത്. അപ്പം അങ്ങനെ ഞാൻ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ സിങ്കൊക്കെ കഴുകാനായിട്ട് പേസ്റ്റും അതുപോലെ വിനീഗർ, സോഡ അങ്ങനത്തെ ലിക്വിഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം സാധാരണ ഞാൻ അല്ലാത്ത ഡെയിലി യൂസിന് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി പോകാറാണ് പതിവ്. അപ്പം നമ്മൾ പാത്രം കഴുകി പഴയതാകുന്ന സ്ക്രബ്ബറൊന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ആ സ്ക്രബ്ബർ വെച്ചിട്ടാണ് എപ്പോഴും സിങ്കൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ എന്തായാലും ഈ ഒരു ടൈലയിലൊക്കെ അഴുക്ക് പറ്റിയിട്ടുണ്ടാവും, വെള്ളവും സോപ്പ് പതയൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം. അതൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ അടുത്ത ജോലി കിച്ചണിൻ്റെ ഈ ഒരു കിച്ചൺ സ്ലാബും അതുപോലെ തന്നെ ടൈലും നമ്മുടെ സ്റ്റൗ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും എണ്ണയൊക്കെ തെറിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ടാകും. അപ്പോൾ അത് ഡെയിലി തുടച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഞാനാണെങ്കിൽ പൊതുവേ കുക്ക് ചെയ്യുന്ന ടൈമിന് തന്നെ അതിൽ അഴുക്കൊക്കെ പറ്റിയാൽ അപ്പം തന്നെ തുടച്ചു പോകും കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും അഴുക്കൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. അങ്ങനെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഹോള് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഹോളിലാണെങ്കിൽ അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. രാത്രിയിൽ ഞാൻ അത്യാവശ്യം എല്ലാം നീറ്റാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് തന്നെ രാവിലെ അവിടെ ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പാത്തു അതിനുള്ള ടൈമൊക്കെ രാവിലെ കിട്ടാറില്ല നിരത്താനായിട്ടുള്ളത്. അപ്പോൾ മാറിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക. പിന്നെ അവളുടെ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. കാരണം അവൾ രാവിലെ എന്നും സെറ്റ് ചെയ്ത് വന്ന് കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ ആ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ടോയ്സൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിൽ എന്തായാലും നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കളഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് ചെയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുകയാണ്. അപ്പോഴത്തേക്കും ഡൈനിങ് ടേബിളും ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ ഡസ്റ്റ് എവിടെയാണോ ആ ഒരു ഭാഗം തുടച്ചിടാനുള്ള ടൈം ഉള്ളെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പതുക്കെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പൊടി കൂടുതലുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഒന്ന് ഡസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ടൈം അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് ഞാൻ വീണ്ടും പറയാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബെഡ്റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് മാറ്റേണ്ട ദിവസം മാത്രമാണ് നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് ഷീറ്റ് പെട്ടെന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചിടാനായിട്ട് പറ്റും. അപ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിരന്നിരിപ്പുണ്ടെങ്കിൽ അത് യഥാസ്ഥാനത്തേക്ക് എടുത്ത് തിരിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടും ചെയ്യേണ്ടത് ബെഡ്റൂമിലെ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക എന്നുള്ളതാണ്. ഫ്രഷ് എയർ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെഡ്റൂമിലെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴുകാനായിട്ടുള്ള തുണിയൊക്കെ ലോണ്ടറി ബാസ്ക്കറ്റിലേക്ക് ഇടുക. ഇനിയിപ്പോൾ അടുത്ത റൂമിലാണെങ്കിൽ എനിക്ക് ഇന്ന് ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരുന്നു. ഇതിപ്പോൾ ഞാൻ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ ഈ റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റാറ്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അപ്പം മാറ്റി വിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരും കിടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാഴ്ചയൊക്കെ മാക്സിമം എന്തായാലും ഷീറ്റ് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഷീറ്റൊക്കെ വിരിച്ച് നല്ല പെർഫെക്റ്റ് ആക്കി ആ റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിൻഡോയും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറ് ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ളത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ തുണിയെല്ലാം വാഷിംഗ് മെഷീൻ കഴുകി പണി തീർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് വിരിച്ചിട്ടാൽ മതിയാകും. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണി കഴുകി കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തൂത്തുവാരുകയാണ് കേട്ടോ. അപ്പം എന്നും തൂത്തുവാരി തുടയ്ക്കാനൊന്നും എല്ലാവർക്കും ടൈം ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് തൂത്തുവാരിയെങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കണം. തൂത്തുവാരുമ്പോൾ എല്ലാ പോർഷനും കവർ ചെയ്ത് തൂത്തുവാരി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വീട് നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ടാകും. തുടയ്ക്കുക പിന്നെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ തുടച്ചാൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എന്തായാലും ഒന്നരാടനൊക്കെ തുടയ്ക്കേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. തൂത്തുവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒന്നരാടനായിട്ടുള്ള ഒരു റുട്ടീനിൽ പെടുന്നതാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെടികൾക്ക്. അപ്പോൾ ഇപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഒന്നരാടൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതേസമയം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമാണ്. കൂടുതലായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി പോകും. ആ ഒരു പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം. അപ്പോൾ അങ്ങനെ എൻ്റെ അത്യാവശ്യം ക്ലീനിങ് ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തുണിയും കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് അയലേക്ക് വിരിച്ചിടുകയാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ തുണി ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഫാനും ഒക്കെ ഇട്ടിട്ടാണ് ഞാനൊന്ന് തുണി ഉണക്കി എടുക്കാറ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് ആ ഒരു സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടുക. പിന്നെ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം പോലെ തോന്നുന്നുണ്ടാവും. ശരിക്കും നമുക്ക് 30 മിനിറ്റ് പോലും വേണ്ട ഇത്രയും ക്ലീനിങ് ചെയ്ത് വരാനായിട്ട്. വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ അതിലും കുറച്ചുകൂടെ സമയം വേണ്ടി വരിക. അപ്പം കിട്ടുന്ന സമയം 10 മിനിറ്റ് കൊണ്ടാണെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് എവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് ക്ലീൻ ചെയ്യാം. ഇനിയിപ്പോൾ മോട്ടിവേഷണൽ വീഡിയോസ് കാണാനാണെങ്കിൽ അത് വെച്ച് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെങ്കിലും മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്